നമസ്കാരം. കോയിപ്രം പോലീസും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും പ്രതിക്കൂട്ടിലായ കസ്റ്റഡി മർദ്ദനം അട്ടിമറിക്കാൻ കുടിലതന്ത്ര പ്രയോഗം. വരയന്നൂർ സ്വദേശി MK സുരേഷിന് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റത് കണ്ട നിർണായക സാക്ഷികളായ സുഹൃത്തുക്കൾ അരീഷ് കുമാറിനെ പ്രതിയും അനിൽകുമാറിനെ വാദിയുമാക്കിയാണ് പോലീസിന്റെ കളി. നേരിട്ട് മർദ്ദനം കണ്ട അരീഷ് കുമാറിനെ ജയിലിൽ അടയ്ക്കാൻ അനിൽകുമാറിനെ ഭീഷണിപ്പെടുത്തി വാദിയാക്കിയാണ് നീക്കം. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ കുതന്ത്രം പൊളിച്ചുകൊണ്ട് പ്രധാന സാക്ഷികളായ അരീഷ് കുമാറും അനിൽകുമാറും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. വരയന്നൂർ സ്വദേശി MK സുരേഷിന് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നതിന് സാക്ഷികളാണ് സത്യൻ എന്ന് വിളിക്കുന്ന അനിൽകുമാറും അരീഷ് കുമാറും ഇവിടെ സുഹൃത്തായ രഞ്ജിത്തും. മാർച്ച് 16 വൈകിട്ട് 5:30 വരയന്നൂരിലെ ചിത്തര മന്ദിരത്തിന് സമീപമുള്ള കണ്ടത്തിൽ ചൂണ്ടയിടുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു തങ്ങൾ. ഈ സമയം കോയിപ്രം സ്റ്റേഷനിലെ 2 പോലീസുകാർ മഫ്തിയിൽ വന്ന സുരേഷിനെ പിടിക്കുകയും ചെവിക്കല്ലിന് അടിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ വന്ന SHOG സുരേഷ് കുമാർ സുരേഷിനെ ജീപ്പിൽ കയറ്റി. കണ്ടത്തിൽ നിന്നിരുന്ന തന്നെയും സത്യനെയും രഞ്ജിത്തിനെയും കൂടെ കയറ്റിക്കൊണ്ടുപോയി. സുരേഷിനെയും കൂട്ടി സ്റ്റേഷന്റെ അടുക്കള ഭാഗത്തേക്ക് SHO പോകുന്നത് കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ സുരേഷിന്റെ അലർച്ച കേട്ടു. കുറെ നേരത്തിന് ശേഷം തന്റെ അടുത്തേക്ക് വന്നത് SHO കുനിച്ചു നിർത്തി വലത് കൈമുട്ടുകൊണ്ട് പുറത്ത് 3-4 ഇടിയിടിച്ചു. വലത് കരണത്ത് അടിക്കുകയും ചെയ്തു. തന്റെ വാഹനത്തിന് 23,000 രൂപ പെറ്റിയും ചുമത്തി വിട്ടു. മാർച്ച് 19 പുല്ലാട് കുന്നന്താനം ജംഗ്ഷനിൽ വെച്ച് വൈകിട്ട് 6:00 സുരേഷിനെ പിന്നീട് കാണുന്നത്. 22 രാവിലെ സുരേഷിനെ കോന്നിയിലെ മാംഗോസ്റ്റീൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തുവെന്ന് അരീഷ് കുമാർ പറയുന്നു. വരയന്നൂരുള്ള കണ്ടത്തിന് സൈഡിൽ മദ്യപിക്കാൻ വേണ്ടി പോയത്. അവിടെ ചെന്ന സമയത്താണ് ഞങ്ങൾ ഇദ്ദേഹത്തെ കാണുന്നത്. ഇദ്ദേഹം അതിന് മുമ്പ് തൊട്ടേ അവിടെ ഉണ്ട്. ഈ സുരേഷ് എന്ന് വിളിക്കുന്നതാണ്. ഞങ്ങൾ ചെന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് പോലീസ് ജീപ്പ് വന്നു. ആദ്യം 2 പോലീസുകാരാണ് സിവിൽ ഡ്രസ്സിൽ ഇറങ്ങി വരും. എനിക്കറിയാവുന്ന ജോബിൻ എന്ന് പറഞ്ഞ പോലീസുകാരനും വേറൊരു പോലീസുകാരനും കൂടെ ഇറങ്ങി വരും. വന്നോടനെ ഞങ്ങളോട് ചോദിച്ചു സുരേഷ് കുമാർ ആരാണ്. ഞങ്ങൾക്ക് ഈ പേര് പരിചയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അറിയത്തില്ലെന്ന്. അപ്പൊ ചോദിച്ചു ബാബു ആരാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ബാബു കൊണ്ടായിരിക്കുന്നതാണ്. 10 മീറ്റർ അകലെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതാന്ന് പറഞ്ഞ് ഇവർ ചെന്ന് പിടിക്കുകയും ചെയ്തു. പിടിച്ച ഉടനെ തന്നെ മേളിൽ ജീപ്പ് വന്നു. പുള്ളിയെ ജീപ്പിൽ അടുക്കലോട് കൊണ്ടുപോയി ഇവന്മാരെ കൂടെ വിളിച്ചേക്കാൻ CA. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി അടുക്കലോട് കൊണ്ടുപോയി ഉടനെ പുള്ളിയുടെ പോക്കറ്റിൽ കൈയിട്ടു. ചെറുക്കലിനൊരു അടിയും കൊടുത്തു. അന്നേരം തന്നെ CA ജീപ്പെ കെട്ടി ഞങ്ങളെ കയറ്റി ഒരുമിച്ച് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങളെ ബെഞ്ചിലോട്ട് മാറ്റിയിരുത്തി ഇദ്ദേഹത്തെ നേരെ അടുക്കളയിൽ കൊണ്ടു. അടുക്കളയിൽ ചെന്ന് ഭയങ്കര കാർച്ചയാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നേരെ വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ചോണ്ട് പോയി അടുക്കളയിലോട്ട്. എന്നെ കുനിച്ച് നടത്തി 4 അടി എൻ്റെ പുറത്ത് തന്നു. ചെറുക്കലിനൊരു അടിയും തന്നിട്ട് പറഞ്ഞു ഇവൻ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്. ഞാൻ എന്തോ സാഹചര്യം നമ്മുടെ കഞ്ചാവ് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഉടനെ തന്നെ ഇറങ്ങി പോടാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് ആ ബെഞ്ചേ വന്നിരുന്നു. ഈ പുള്ളിയെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവർ ജീപ്പെ വീണ്ടും പുറത്തോട്ട് പോയി. പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു എവിടെ കൊണ്ടുപോയാൽ ചോദിച്ചാൽ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി വീട് മൊത്തം തപ്പി തുണികളെല്ലാം വലിച്ചു വാരിയിട്ടു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളവിടെ കുത്തിയിരിക്കുകയാണ്. വൈകിട്ടൊരു 7-7:30 ആയപ്പോൾ ഞങ്ങളുടെ കൂടെ പിടിച്ച എൻ്റെ സുഹൃത്തിൻ്റെ അമ്മ വന്ന് ഞങ്ങളെ ജാമ്യത്തിൽ വിട്ടു. അത് കഴിഞ്ഞ് മെയ് 27 എന്നെ മാർച്ച് 27 കോയിപ്രം CA എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു സ്റ്റേഷൻ വരാൻ കാരണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഗ്യാസ് വണ്ടിയല്ല. ഞാൻ പറഞ്ഞു സാറേ ഗ്യാസ് വണ്ടിയല്ല, അപ്പോൾ ഇപ്പം വരാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല വൈകിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. 7 മണിയായപ്പോൾ ഞാൻ എൻ്റെ യൂണിഫോമിൽ തന്നെയാണ് ചെന്നത്. എന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ജാമ്യക്കാരെ വിളിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് വന്ന് ജാമ്യത്തിലാക്കിയത്. അന്ന് അവിടെ കയ്യിൽ ആധാർ കാർഡൊന്നും ഇല്ലാതാവുന്നത് ധൃതി വെച്ച് വന്നുകൊണ്ട് അതൊന്നും എടുത്തില്ല. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ്റെ വാട്സപ്പിൽ തന്നെ വീട്ടിൽ ചെന്ന് ഞാൻ ഈ ആധാർ കാർഡെല്ലാം ഇട്ടു കൊടുത്തു. അന്നേരം ഞാൻ തിരക്കുന്നില്ല എൻ്റെ പേരിൽ എന്താ കേസ് തിരക്കുന്നില്ല. ഇതിനുശേഷം പത്തനംതിട്ട 20 എന്നെ വിളിച്ചു. 21 വീണ്ടും വിളിച്ചു. 20 രാവിലെ ജോലിക്ക് പോകാൻ നേരത്തെ ഒരുങ്ങിയപ്പോൾ സ്റ്റേഷൻ വരാൻ പറഞ്ഞു. സ്റ്റേഷനിൽ ചെന്നു സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണെന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ അവിടെ ഇരുത്തി. 21 വീണ്ടും വിളിച്ചു. 21 രാവിലെ എന്നെ ജീപ്പെ കയറ്റി പത്തനംതിട്ടയ്ക്ക് പോയി. പത്തനംതിട്ട ചെന്ന് താഴത്തെ SP ഓഫീസിന്റെ താഴത്തെ ഫ്ലോറിൽ വലത്ത് തിരിയുമ്പോൾ ഇടത്തുവശത്ത് ഇരിക്കുന്ന സാറിൻ്റെ ഇറമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇരിക്കാൻ പറഞ്ഞു. ഈ കേസിനെ പറ്റി അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. അപ്പോൾ എൻ്റെ കേസിൻ്റെ ലിസ്റ്റ് എടുക്കാം.
ഉടനെ ഒരു പോലീസുകാരൻ കേസിന്റെ ലിസ്റ്റ് ഒരു വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നു. അതിനകത്ത് പ്രത്യേകിച്ച് 27-ാം തീയതി ഒരു കേസ് ഞാൻ കണ്ടു. എനിക്ക് നിലവിൽ 4 കേസ് ഉള്ളതായിട്ടുണ്ട്. അതിൽ 5ാമത് ഒരു കേസ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതേതാ സാർ കേസെന്ന് ചോദിച്ചു. പറഞ്ഞു ബീഡി വലിച്ചതിന്റെ കേസാണ്. ഞാൻ പറഞ്ഞു ഇതെന്നാ ഈ ബീഡി വലിച്ചത്? എനിക്ക് ഇന്ന് വരെ കോഴിപ്പുറം പോലീസോ ഫോറസ്റ്റോ എക്സൈസോ ഇങ്ങനെ ഒരു കേസ് എന്റെ നിലവിൽ ഇട്ടിട്ടില്ല. ഞാനത് ഉപയോഗിക്കാറില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു 27-ാം തീയതി കോഴിപ്പുറം സിയെ പിടിച്ചതാണല്ലോ ബീഡി വലിച്ചത്. ഞാൻ പറഞ്ഞു എന്നെ അദ്ദേഹം വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് എഴുതി തന്നിരുന്ന പെറ്റിയായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ സാറ് പറഞ്ഞു ഇവന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു പറഞ്ഞ് അകത്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കും. അതിനുശേഷം നിരന്തരം എന്നെ വിളിച്ച് പല പ്രാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ കുറ്റം ചെയ്തതായിട്ട് അദ്ദേഹം എന്നെ അടിച്ചേൽപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി തുടങ്ങി. അതിനുശേഷം ലാസ്റ്റ് വിളിക്കുന്നത് തിരുവല്ല DYSP. അത് ഡേറ്റ് ഓർമ്മയില്ല. 9-ാം തീയതി സ്റ്റേറ്റ്മെന്റ് എടുത്തു. എന്നോട് ഈ കാര്യത്തെ പറ്റി അന്നേരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവൻ മരിച്ചത്. 19-ാം തീയതി ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. 19-ാം തീയതി ഞങ്ങൾ ബൈക്ക് ഇറക്കിയതിന് ശേഷം ഞാൻ കോഴഞ്ചേരിയിൽ നിന്ന് പുല്ലാട് വരുന്ന വഴിക്ക് കുന്നന്താനം എന്നൊരു ജംഗ്ഷനിൽ വെച്ച് ഞാൻ ഇദ്ദേഹത്തെ കണ്ടത്. അതിനുശേഷം ഞാൻ അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് 22-ാം തീയതി പുലർച്ചെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് വിളിച്ചു പറയുന്നത് കോന്നിയിൽ ഇങ്ങനൊരു ആൾ തൂങ്ങി മരിച്ചെന്ന് അറിയുന്നത്.